എത്രയും പെട്ടെന്ന് നമ്മളൊരു സ്ഥലത്ത് എത്തേണ്ടതുണ്ട്. ഞാനൊന്ന് പറഞ്ഞിട്ട്. ആരോടും ഒന്നും പറയാൻ സമയമില്ല. ആരും ഒന്നും അറിയാൻ വേണ്ട. മാമന്റെ മനസ്സിൽ തോന്നിയ ചില സംശയങ്ങൾ നിന്റെ കൺമുമ്പിൽ തെളിയിച്ചു തരാം. എന്റെ കൂടെ വാ. വരാനാ പറഞ്ഞ. അവളുടെ പേര് കേൾക്കുന്നതോ കാണുന്നതോ പോലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെയാ അവള് ജപിച്ച് എനിക്ക് കൊണ്ടുവന്ന ആ ചരട്. മമ്മി, അത് നവീനും ഞാനും ഒന്നിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചരടൊന്നുമല്ല. ഞങ്ങള് തമ്മിൽ പിരിയാൻ വേണ്ടി അവൾ ഏതോ ദുഷ്ടമന്ത്രവാദം ചെയ്തു കൊണ്ടുവന്ന ചരടാ. എനിക്കത് അന്നേ സംശയം ഉണ്ടായിരുന്നു. ആ പിന്നെ മമ്മി, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്നറിയോ? ആ അനിയ സാറ് എന്തിനാ അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? കൂടെ നിന്നപ്പോ എനിക്കറിയാം, അനിയ സാറ് ഒരു മകളുടെ പരിഗണനയാ അവക്ക് കൊടുക്കുന്നത്. ഞാനത് അനുഭവിച്ചതല്ലേ. മോളെ ചരട് എവിടെയാ വെച്ചിരിക്കുന്നത്? അതെവിടെ നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞതാ? മമ്മി വീണ്ടും വീണ്ടും അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കാണോ? അത് പോയി, അത്ര തന്നെ. ദേ, അനിയ സാറിന്റെ കാര്യം പറഞ്ഞു തീർത്തില്ലല്ലോ. മമ്മി എനിക്ക് പറഞ്ഞു തന്നത് എന്റെ അച്ഛൻ ഒരു ക്രൂരനാണെന്നാ. പക്ഷേ അനിയ സാറുണ്ടല്ലോ, ഒരിക്കലും അങ്ങനെയല്ല. നിഷ്കളങ്കമായ ചിരിയാ. അനിയ സാറ് ചിരിച്ചും കളിച്ചും അടുത്തോട്ട് വരുമ്പോ എനിക്ക് ശരിക്കും ഒരച്ഛന്റെ വാത്സല്യം കിട്ടുന്നുണ്ടായിരുന്നു. അതെന്താ മമ്മി അങ്ങനെ തോന്നാൻ? എനിക്കറിയില്ല. എനിക്കൊരു സംശയം തോന്നി പിന്നെ ഞാൻ ആരോടാ ചോദിക്കുന്നത്? അനിയ സാറിന്റെ അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവോ? അതോ എനിക്ക് മാത്രം തോന്നിയതാണോ? എന്തായാലും ശരി, നല്ല മനുഷ്യനാ, വലിയ മനുഷ്യനാ. മോളെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അത്യാവശ്യമായിട്ട് എനിക്കത് ചെയ്തു തീർക്കണം. എങ്ങോട്ടാ മമ്മി? അവിടെ നിക്ക്. അനിയ സാറിന്റെ കാര്യം എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എന്റെ ജോലിക്ക് അവധി കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്തു തീർത്തേ പറ്റൂ. ഒരു അനിയൻ സാർ. പിന്നെ അനിയ സാറിന്റെ കുറെ തമാശകളുണ്ട് മമ്മി. മമ്മി വന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ എല്ലാവരും കരുതുന്നത് അനിയൻ സാറ് പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന. അങ്ങനെ ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നമുക്കല്ലേ അറിയൂ. അനിയനെ രക്ഷിക്കാൻ കോടതിയിൽ വക്കീലിനെ വെക്കാന്ന് ഞാൻ പറഞ്ഞു. വക്കീലിനെ വെക്കുകയും ചെയ്തു. പക്ഷെ വക്കീല് സമർത്ഥമായിട്ട് കളിച്ചു. അതുകൊണ്ടെന്താ, ജാമ്യം കിട്ടിയില്ല, ജയിലിലും ആയി. അതുകൊണ്ട് എനിക്ക് വേണ്ടത് അനിയൻ സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കാന്നുള്ളതാ. അതിന് തന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാ. ഞാൻ എന്താ ചെയ്യണ്ടേ ഇപ്പോ അനിയൻ സാറിനുള്ള ഏക ആനുകൂല്യം അനിയൻ സാറിന്റെ കുത്തേറ്റ ആള് മരിച്ചിട്ടില്ലെന്നുള്ളതാ. അഥവാ മരിക്കുകയാണെങ്കിൽ ഒരു കൊലപാതക കുറ്റം കൂടിയാവും. ക്രിമിനൽ വാസനയുള്ള ആളെന്ന നിലയ്ക്ക് കൊടുക്കാവുന്നതിന്റെ പരമാവധി ശിക്ഷ കോടതി കൊടുക്കും. അതുകൊണ്ട് അനിയന്റെ കുത്തേറ്റാണ് മരിക്കണം. എന്നിട്ട് വേണം ഇതിനൊരു അടിവരയിടാൻ. അയാൾ ഹോസ്പിറ്റൽ ഐസിയിലുണ്ട്. പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. അവന്റെ കഥ കഴിഞ്ഞിരിക്കണം. മാഡം പേടിക്കണ്ട, അതെനിക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഞാൻ നോക്കിക്കോളാം. താനത്ര നിസ്സാരായിട്ടൊന്നും പറയണ്ട. കാര്യം അത്ര സിമ്പിളല്ല. അറിയാം സാർ, എൻ്റെ ടീം ആശുപത്രി കയറി പണിതിട്ടുണ്ട്. വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും വരെ കയറി പണിയുകയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് ഒരു നിമിഷം മുമ്പെങ്കിലും അവൻ ചത്തിരിക്കും. ഉറപ്പാ സാറേ. കൃഷ്ണമോളെ,
ബാലമാമ മോളെ എന്താ മാമ? മോളെ മോള് മാമന്റെ കൂടെ ഒന്ന് വരണേ. നമുക്കൊരു സ്ഥലം വരെ ഒന്ന് പോണം. എങ്ങോട്ടാ? അതൊന്നും ചോദിക്കണ്ട. എത്രയും പെട്ടെന്ന് നമ്മളൊരു സ്ഥലത്ത് എത്തേണ്ടതുണ്ട്. ഞാനൊന്ന് പറഞ്ഞിട്ട്. ആരോടും ഒന്നും പറയാൻ സമയമില്ല. ആരും ഒന്നും അറിയാൻ വേണ്ട. മാമന്റെ മനസ്സിൽ തോന്നിയ ചില സംശയങ്ങൾ നിന്റെ കൺമുമ്പിൽ തെളിയിച്ചു തരാം. എന്റെ കൂടെ വാ. വരാനാ പറഞ്ഞ്. ഇപ്പൊ അല്പം ഭേദമുണ്ട്. അതുകൊണ്ട് ഐസിയുന്ന് മാറ്റിയത്. പക്ഷെ ശ്രദ്ധിക്കണം. കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാമോ ഡോക്ടർ? കട്ടിയുള്ളതൊന്നും വേണ്ട, അല്ലാത്ത എന്തെങ്കിലും കൊടുത്തോളൂ. എഴുന്നേറ്റ് നടക്കാനൊന്നും ശ്രമിക്കരുത്, കേട്ടല്ലോ? അതെടുക്ക്. വേണ്ട, ഫോണിൽ സംസാരിക്കണ്ട. ആരാ നോക്ക്. മൂർത്തി സാറാ. എങ്ങട്ടാ? ദാ. ഹലോ, എങ്ങനെയുണ്ടോ ഇപ്പോ? ഡോക്ടർ ഇപ്പോൾ വന്ന് പോയതേ ഉള്ളൂ. ഭേദമുണ്ടെന്ന് പറഞ്ഞു. എനിക്കങ്ങോട്ട് നേരിട്ട് വരാൻ പറ്റില്ല. കണ്ടീഷൻ എന്താണെന്ന് തനിക്കറിയാലോ. ഹോസ്പിറ്റലിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ചാർജ് ചെയ്തു പോയാലും തൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം. ശരി സാറേ. ആ പിന്നെ തൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്. 2-3 മാസം കിടപ്പിലായി പോയാലും അത് മതിയാകും. പിന്നെ പോലീസുകാരെങ്കിലും വന്ന് ചോദിച്ചാ എന്താ പറയണ്ടേന്ന് കൃത്യമായി അറിയാലോ. ഒരു തെറ്റും നിനക്ക് പറ്റിപ്പോരുത്. എല്ലാവരും ഒരുമിച്ച് കുടുങ്ങും. സാർ എന്നെ വിശ്വസിച്ചു. എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തതല്ലേ. ഇത് പെട്ടെന്ന് ഭേദമാവും സാറേ. എന്നിട്ട് സാറിന്റെ ഏത് കാര്യത്തിനും എന്നെ വിളിച്ചോളൂ. ആയിക്കോട്ടെ, ഇടയ്ക്ക് ഞാൻ വിളിച്ചോളാം. ഓ ശരി സാറേ. നിന്റെ അസുഖം പൂർണ്ണമായി ഭേദമാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മോളെ ദേ അവരാ. വാ മോളിക്കുട്ടി, ദേ ആ പോയ വണ്ടിയുടെ പുറകെ പോകും. എന്താ എന്താ മാമ കാര്യം? കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. വണ്ടി എടുക്ക്. പോട്ടെ പോട്ടെ.